ഈ ഒരു ഡിസ്പ്ലേ ഇല്ലെങ്കിൽ ഈ വണ്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അതെ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ന്യൂലി ലോഞ്ച് ആയിട്ടുള്ള വോൾവോയുടെ EX30 ഫസ്റ്റ് ഡ്രൈവ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ഒരു ഇവന്റ് നടന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ചാക്കോലസ് പവലിയനിൽ വെച്ചായിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ ഒരു മോഡൽ വരുന്നത്, ദ ഓൾ ന്യൂ EX30. വോൾവോയിൽ ഇപ്പോഴുള്ള മോഡലുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ടാണ് അവർ ഈ ഒരു EX30 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ വൈസും ഫീച്ചേഴ്സ് വൈസും ഒരുപാട് എക്സ്പീരിയൻസ് ആണ് വോൾവോ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോണറ്റ്സിലെ ആ ഒരു ലൈൻസ് ഒക്കെ വണ്ടിക്ക് ഒരു അടാറ് സ്പോർട്ടി ലുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു 69 കിലോവാട്ടിന്റെ ഒരു ബാറ്ററിയാണ് വോൾവോയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 272 HP പവറും 343 Nm ടോർക്കുമാണ് ആ ഒരു മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു വണ്ടിയിൽ നമുക്ക് കീ വരുന്നില്ല, മറിച്ച് ഈ ഒരു കാർഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലോക്ക് ചെയ്യാനാണെങ്കിലും അൺലോക്ക് ചെയ്യാനാണെങ്കിലും വണ്ടി മൂവ് ചെയ്യാനാണെങ്കിലും എല്ലാം ഈ ഒരു കാർഡ് മാത്രം മതി. ഒരു ഭീകര 19 ഇഞ്ച് വീൽസ് ആണ് കമ്പനി ഇതിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നീട് സൈഡ് പോർഷനിലോട്ട് വരുമ്പോൾ ഈ ഒരു ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വേറെ ഫീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഒരു സൈഡ് മിറർ വരുന്നത്. വോൾവോ ഒരു ഫ്രെയിംലെസ് മിറർ ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. മറ്റു വണ്ടികളിലൊന്നും ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കാർഡ് ജസ്റ്റ് ഈ ഒരു പോർഷനിൽ നിന്ന് ടാപ്പ് ചെയ്യുവാണെങ്കിൽ വണ്ടി അൺലോക്ക് ആവുന്നതാണ്. പിന്നീട് നോക്കുമ്പോൾ നമുക്ക് വണ്ടി ഫുള്ളി ആ ഒരു ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരു ത്രൂ ഔട്ട് ആ ഒരു ബോഡി ലൈൻ കാണാൻ പറ്റും. ഒരു മസ്കുലർ ഫീൽ ആണ് വണ്ടിക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് EX30 ഒരു ബാഡ്ജിങ്ങും കാണാം. പിന്നീട് ആ ഒരു ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലോക്ക് സൈഡിലുള്ള ഒരു ടെയിൽ ലാമ്പാണ്, വേറെ ലെവലാണ്, കാണാൻ അടിപൊളി തന്നെയാണ്. ഇപ്പോഴത്തെ ന്യൂജൻ വണ്ടി പോലെ ബാക്കിലത്തെ ആ ഒരു ലൈൻ ത്രൂ ഔട്ട് ലൈറ്റ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതൊരു പിയാനോ ബ്ലാക്കിന്റെ ഒരു പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സെൻട്രൽ പോർഷനായിട്ട് അതിന്റെ ഒരു ഡിക്കി ഡോറിന്റെ ഒരു സ്വിച്ച് കൂടെ വരുന്നുണ്ട്. ജസ്റ്റ് അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ആയിക്കോളും. ഒരു 316 ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസ് കൂടെ നമുക്ക് വോൾവോ ഇത് തരുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൂടെ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കൊരു ചാർജിംഗ് പോർട്ട് വരുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയർ വരുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കിയാലോ. ഈ ഒരു വണ്ടിയിൽ വോൾവോ ചെയ്ത പ്രധാന ഒരു എക്സ്പെരിമെന്റ് ഫുള്ളി ഓപ്പൺ ആണ് ഇതിന്റെ ഒരു റൂഫ് വരുന്നത്. ഒരു ക്ലോത്തോ കാര്യങ്ങളോ ഒന്നുമില്ല, ബട്ട് അത് കവർ ചെയ്യേണ്ടവർക്ക് കവർ ചെയ്യാം, കാരണം അതൊരു ആക്സസറിയും വോൾവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു AC വെന്റിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു മിനിമൽ ആയിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് അവർ ഇന്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ഇല്ലെങ്കിൽ ഈ വണ്ടിയിൽ ഒന്നും നടക്കത്തില്ല ഗൈസ്. ഈവൻ ഈ വണ്ടിയുടെ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഈ ഒരു ഡിസ്പ്ലേയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല, അത്രയ്ക്ക് മിനിമൽ ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ സെറ്റിംഗ്സും വരുന്നത് ഈ ഒരു ഡിസ്പ്ലേയിലാണ്. അതുപോലെ നമ്മൾ EX30 ഡോർ ഹാൻഡിൽ വരുന്നതും ഒരു വെറൈറ്റി തന്നെയാണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് സിറ്റിയിലും ഹൈവേയിലും ഒറ്റപോലെ അടിപൊളി ഫീലാണ് ഈ ഒരു വണ്ടി തരുന്നത്. ഒരു 480 കിലോമീറ്റർ റേഞ്ച് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ അങ്ങനെ ഇവന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വോൾവോ ഒരു കുട്ടി ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ ഈ ഒരു EX30 നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്മൾ ഒന്ന് ബുക്ക് ചെയ്താൽ മതി. സോ ഇതുപോലെ ഓട്ടോമാറ്റിക് കോണ്ടന്റ്സ് ഡ്രൈവ് വിത്ത് മഹി എന്ന് പറഞ്ഞ ഒരു പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു ഗൈസ്.